ഞാൻ ചുറ്റോണ്ട് വിളക്ക് കത്തിക്കട്ടെ. നിങ്ങൾ ഉദ്യോഗത്തിൽ നിന്നോട് ഹായ് ഭാഗ്യ, ബാക്കിലൊരു ജോയിൻ ആവട്ടോ. ഓക്കെ. നമുക്ക് മൊത്തം എത്ര ടെസ്റ്റ് കേസ് ആയടാ? നോക്കട്ടെ കേട്ടോ. പത്ത്. ഓക്കെ, 10ലും അസോഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഓക്കെ, പിന്നെ അസോഷൻ മെസ്സേജസിന് കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? അതെ.
അരവിന്ദ് ജോയിൻ ആവണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്യാവേ. നിരഞ്ജന, പറഞ്ഞോ. എനിക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ച ഒരു ഇന്റർവ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഓട്ടോമേഷൻ എങ്ങനെ ബേസിക് ആയിട്ടുള്ളത് പഠിച്ചാൽ മതിയാവും. ക്വസ്റ്റ്യൻസ് ഓട്ടോമേഷന്റെ നമ്മൾ ഇതുവരെ പഠിച്ച ബേസിക് സെല്ലിംഗ് ഉണ്ടല്ലോ. ഓക്കെ. ബേസിക് സെല്ലിംഗ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ വീക്ക് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ്. ഓട്ടോമേഷന്റെ ഇപ്പൊ നമുക്ക് വരെ ഇപ്പൊ ജാവ സെലീനിയത്തിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ സെലീനിയത്തിന്റെ ബേസിക്സ് തൊട്ട് പിന്നെ ഫ്രെയിം വർക്ക് യൂസ് ദ ടെസ്റ്റ് എൻജിൽ അസോർഷൻസ് അനോട്ടേഷൻ ടെസ്റ്റ് അനോട്ടേഷൻ, അതുപോലെ ബിഫോർ ആഫ്റ്റർ അനോട്ടേഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടെസ്റ്റ് എൻജിയിൽ മെയിൻലി ചോദിച്ചാൽ. ഓക്കെ. പിന്നെ നമുക്കിനി പഠിക്കാനുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പേജ് ഒബ്ജക്ട് മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അരവിന്ദ് ജോയിൻ ചെയ്യുമായിരിക്കും. ഓക്കെ. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തടാ. സോ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ. ഇനി നമ്മളുടെ ലോഗിൻ ടെസ്റ്റ് എടുക്കൂ. നമ്മളിപ്പോ ഈ എൻറ്റയർ ക്ലാസ് എക്സിക്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കൂ. ഇത് റാൻഡം ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ടെസ്റ്റ് കേസ് കഴിഞ്ഞാൽ അത് അടുത്തതാണ് എക്സിക്യൂട്ട് ചെയ്യുക, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? സോ അങ്ങനെയല്ല നമ്മൾക്ക് വേണ്ടത്. അതായത് വൺ ആഫ്റ്റർ ദി അതറാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ ഉണ്ട് എക്സിക്യൂട്ട് ചെയ്യാനെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ടെസ്റ്റിന്റെ കൂടെ ഒരു ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്യാം, പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കാര്യം ചെയ്യ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ലൈൻ നമ്പർ 16 ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യൂ. ബ്രാക്കറ്റ്സിൽ കൊടുക്കാം പ്രയോറിറ്റി ഈക്വൽസ് 1. നെക്സ്റ്റ് അടുത്ത ടെസ്റ്റ് കേസിന് കൊടുക്കൂ. അടുത്ത ടെസ്റ്റ് കേസിന്റെ ടെസ്റ്റിന്റെ അവിടെ ടെസ്റ്റ് പ്രയോറിറ്റി ഈക്വൽസ് 2. അങ്ങനെ 3 പ്രയോറിറ്റി ഈക്വൽസ് 3 പ്രയോറിറ്റി ഈക്വൽസ് 4. അങ്ങനെ നമ്മുടെ 4 ടെസ്റ്റ് കേസിനെ ആഡ് ചെയ്യൂ. ഡബിൾ ഈക്വൽസ് ആയിട്ടുണ്ട്. ഇനി ഈ എൻ്റെ ടെസ്റ്റ് ക്ലാസ്സിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് കൊടുത്തേ. ടെസ്റ്റ് എക്സിക്യൂട്ട് ആയത് എങ്ങനെയാണ്? കാണിക്കുന്നുണ്ടോ സ്ക്രീൻ? എനിക്ക്
പാസസ് 1 റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫെയിലിയേഴ്സ് 3 ആണല്ലോടാ. അതെന്താ പറ്റിയേ? ലോഗ് എടുത്തേ, റിസൾട്ട്സ് ഓഫ് ടെസ്റ്റ് റണ്ണിങ് ലോഗിൻ ടെസ്റ്റ് എടുത്തേ. അസേർഷൻ എറർ. എന്താ അസേർഷൻ എറർ നോക്കട്ടെ. ഇവിടെ ഏതാ ഇത് വരേണ്ടത്? URL ഏതാടാ വരേണ്ടത്? ഇൻവാലിഡ് കേസസിൽ ലോഗിന്റെ അല്ലേ? നീ കൊടുത്തിട്ടുള്ളത് അഡ്മിന്റെ ആണ്, നോക്കിയേ. മുകളിൽ പോ. കോഡ് ഭാഗ്യക്ക് എക്സിക്യൂട്ട് ആവുന്നുണ്ടോ? ആകുന്നുണ്ട്. ഇവിടെ എല്ലാ അഡ്മിൻ അല്ലടാ കൊടുത്തുവെച്ചേക്കുന്നേ. ലോഗിൻ ആക്കിക്കത്. അല്ല, അപ്പൊ ഇത് കറക്റ്റ് അല്ലേ? വാലിഡ് കറക്റ്റാ. ഇൻവാലിഡിൽ എന്താ സംഭവിക്കുന്നത്? ഇൻവാലിഡ് ക്രെഡൻഷ്യൽസിൽ കൊടുത്താൽ അഡ്മിൻ പേജിലേക്ക് മൂവ് ചെയ്യുമോ? ഇല്ല, മൂവ് ചെയ്യില്ല. ലോഗിനിൽ തന്നെ ലോഗിനിൽ നിൽക്കും. അപ്പൊ അവിടെ ഏതാ വരണ്ടേ? /login അല്ലേടാ വരണ്ടേ? അതെ. ലോഗിൻ കൊടുത്തേ. ഇതല്ലേ? മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എക്സിക്യൂട്ട് ആവുകയെന്ന് വെച്ചാൽ 1 ആഫ്റ്റർ ദി അതർ ആണ് എക്സിക്യൂട്ട്. ആ ഒരു ഓർഡർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ആദ്യം വാലിഡ്, പിന്നെ ഇൻവാലിഡ്. ഏതായിരുന്നു ആദ്യം? വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ്, പിന്നെ ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ്, പിന്നെ ബോത്ത് ഇൻവാലിഡ്. അതേ ഓർഡറിൽ എക്സിക്യൂട്ട് ആവുന്നത് കാണാൻ പറ്റും. റണ്ണാസ് കൊടുത്ത് നോക്കിക്കേ. ഫോർ പാസസ് ആയല്ലേ? ഇപ്പൊ ക്ലിയർ ആയോടാ? പ്രയോറിറ്റി എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓർഡറിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. So ordering is done in TestNG using priority. ഇനി നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് കേസിലേക്ക് പോയിക്കേ. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മളിത് റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാ തവണയും നമ്മൾക്ക് ഈ ടെസ്റ്റ് കേസിന്റെ പേര് വായിച്ചിരിക്കാൻ പറ്റുമോ? വെരിഫൈ ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ്, വെരിഫൈ ലോഗിൻ വിത്ത് വാലിഡ് ഇൻവാലിഡ്. എന്നാൽ നമുക്ക് ഓരോന്നും ഇരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ടാ അല്ലേ? സോ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പ്രയോറിറ്റി ഈക്വൽസ് 1 കഴിഞ്ഞൊരു കോമ ഇടൂ. ഡിസ്ക്രിപ്ഷൻ ഈക്വൽസ് ഡബിൾ കോട്ട്സിൽ എന്താണ് നമ്മുടെ ഇത് ചെയ്യുന്നത്? വെരിഫൈ ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ്. അത് അങ്ങനെ തന്നെ കൊടുക്കൂ. അത് സ്പേസ് ഇട്ട് സെന്റൻസ് പോലെ ആക്കോളൂ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആവാനായിട്ട്. ഇതേപോലെ നിങ്ങളുടെ 10 ടെസ്റ്റ് കേസിൽ മാർക്ക് ചെയ്യണം ഡിസ്ക്രിപ്ഷനെ. ഓക്കെ, നിങ്ങൾക്കുള്ള വർക്കാണ്. പ്രയോറിറ്റി കൊടുക്കണോ? പ്രയോറിറ്റി നിർബന്ധമില്ല, ഡിസ്ക്രിപ്ഷൻ എന്തായാലും കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേടാ ഞാൻ ഇപ്പൊ പറഞ്ഞത്? ഡൗട്ട് ഇല്ലല്ലോ? ഇനി നെക്സ്റ്റ് ഈ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിക്കോസ് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് പേജ് ഒബ്ജക്റ്റ് മോഡൽ. മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഹരിത ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ,
ഓട്ടോമേഷനിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഡിസൈൻ പാറ്റേൺ യൂസ്ഡ് ഈസ് പേജ് ഒബ്ജക്റ്റ് മോഡൽ POM. ഓക്കെ, സോ പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് വെച്ചാൽ എന്നോട് കഴിഞ്ഞ ദിവസം നിങ്ങളിൽ ആരൊരാൾ ചോദിച്ചിരുന്നില്ലേ, നമ്മളിത് എല്ലാ തവണ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുമല്ലേ, പകരം നമുക്ക് ഒരു പോയിന്റിലും ഒരു സ്പെസിഫിക് ക്ലാസ്സിലോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഇൻവോക്ക് ചെയ്തുകൂടെയും ചോദിച്ചില്ലായിരുന്നോ? അതാണ് അത് തന്നെയാണ് പേജ് ഒബ്ജക്റ്റ് മോഡലിന് ഇംപ്ലിമെന്റേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാഗ്യം എന്നോട് ചോദിച്ചത് അത് ഈസി ടു യൂസ് രീതിക്കാണ് അല്ലേ? ഈസി ടു യൂസ് മാത്രമല്ല, വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് പേജ് ഒബ്ജക്റ്റ് മോഡലിന്. അതായത് ലെറ്റ്സ് സേ ഇതിൽ ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ ഫീൽഡ്, ഓക്കെ, പാസ്വേഡ് ഫീൽഡിന്റെ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അങ്ങ് മാറ്റി ഡെവലപ്പേഴ്സ് എന്ന് വിചാരിച്ചോളൂ. സോ എന്ത് സംഭവിക്കും? നമ്മൾ ടെസ്റ്റ് കേസ് എൻറ്റയർലി ഫെയിൽ ആയി ഇല്ലേ? സോ നമ്മൾ ഡെവലപ്പേഴ്സിനെ ഇൻഫോം ചെയ്തു. ഡെവലപ്പേഴ്സ് പറഞ്ഞു സി നമ്മളിങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, പ്ലീസ് ചെക്ക് ഇറ്റ് എന്ന് പറഞ്ഞു. സോ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലായി. ആ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ മാറ്റി കൊടുക്കണം. പക്ഷേ നിങ്ങൾ ഇപ്പൊ ചെയ്തു വെച്ചതുപോലെയാണ് നിങ്ങളുടെ കോഡ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര സ്ഥലത്ത് ചേഞ്ച് ചെയ്യേണ്ടി വരും? 10 സ്ഥലത്ത് നിങ്ങൾ ഇതേ വാല്യൂവിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ? ഇപ്പൊ 10 ടെസ്റ്റ് കേസ് ആയപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്തു. വാട്ട് ഇഫ് ഇറ്റ് ഈസ് 50 or 60 ടെസ്റ്റ് കേസസ്? ചേഞ്ച് ചെയ്യാൻ പോസിബിൾ ആണോ? ഒബ്വിയസ് ആയിട്ടും ഏതെങ്കിലുമൊക്കെ മിസ് ഔട്ട് ആവും, പിന്നെ കുറേ വേസ്റ്റേജ് ഓഫ് ടൈം ആവും അല്ലേ? സോ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് പൊതുവെ നമ്മൾ കമ്പനീസിലെല്ലാം ഡിസൈൻ പാറ്റേൺസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിൽ ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ പാറ്റേൺ ആണ് പേജ് ഒബ്ജക്റ്റ് മോഡൽ. ഓക്കെ, ക്ലിയർ ആണോടാ? സോ അതിന് വേണ്ടി ഒരു കാര്യം ചെയ്യൂ, നമ്മളുടെ SRC മെയിൻ ജാവയിലേക്ക് വന്നോളൂ കേട്ടോ. SRC മെയിൻ ജാവയിൽ പേജസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. അതെ, ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, പേജസ്. ഹായ് റിവൻ, ഞങ്ങൾ ജസ്റ്റ് ഒരു പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു 2 ചെറിയ ടോപ്പിക്സ് പറഞ്ഞു പോയിട്ടുണ്ട്. റെക്കോർഡിങ്സ് കിട്ടുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. ഒരു പ്രയോറിറ്റി ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ 2 ടോപ്പിക്സ് പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ടെസ്റ്റ് കേസിനെ ഓർഡർ ചെയ്യാം എന്നുള്ളതാണ് പ്രയോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് പ്രയോറിറ്റി ഈക്വൽസ് 1, പ്രയോറിറ്റി ഈക്വൽസ് 2, പ്രയോറിറ്റി ഈക്വൽസ് 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മളൊരു എൻറ്റയർ ടെസ്റ്റ് ക്ലാസ്സിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് 1, 2, 3 എന്ന് പറഞ്ഞാൽ സെയിം ഓർഡറിൽ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ സെക്കൻഡ്ലി നമ്മൾ പറഞ്ഞത് ഒരു ടാസ്ക് ആയിരുന്നു. അതായത് ഡിസ്ക്രിപ്ഷൻ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട് നമുക്ക്. സോ ആ ഡിസ്ക്രിപ്ഷൻ എന്ന ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹരിതയുടെ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? സോ ഡിസ്ക്രിപ്ഷൻ ഈസ് ഈക്വൽ ടു എന്നിട്ട് നമ്മുടെ ടെസ്റ്റ് കേസ് എന്താണോ ചെയ്യുന്നത് എന്ന് ഒന്ന് മെൻഷൻ ചെയ്യണം. എന്തിനാണ് നിങ്ങൾക്ക് ഫർദർ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ആൻഡ് തേർഡ്ലി നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന ഡിസൈൻ പാറ്റേൺ ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കോഡ് ഇപ്പോൾ വെബ് എലമെന്റുമായിട്ടുള്ള എല്ലാ ഇന്ററാക്ഷൻസും നമ്മളിപ്പോൾ എവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? ടെസ്റ്റ് സ്ക്രിപ്റ്റിൽ തന്നെയാണ് അല്ലേ? സോ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെയിം കോഡ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതുകയാണ്, അതൊരു കാര്യം. സെക്കൻഡ്ലി ലെറ്റ്സ് സേ ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിന് മാറ്റം വരുത്തി നമ്മൾ എൻറ്റയർ ടെസ്റ്റ് സ്ക്രിപ്റ്റിൽ വന്ന് ചേഞ്ച് ചെയ്യണം. നമ്മുടെ ടെസ്റ്റ് സ്ക്രിപ്റ്റിന്റെ ഫ്ലോയെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഇത് വരിക. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട്
നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചാൽ പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞ ഡിസൈൻ പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. അതായത് ഐസൊലേറ്റിംഗ് ദ വെബ് എലമെന്റ് ഇന്ററാക്ഷൻസ് വിത്ത് ഫ്രം ദ ടെസ്റ്റ് കേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഫൈൻഡ് എലമെന്റ് ബൈ എക്സ് പാത്ത് അല്ലെങ്കിൽ ബൈ നെയിം ബൈ ഐ ഡി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടില്ലേ? ഇതിനെയെല്ലാം നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് ചേഞ്ച് ചെയ്യുക. അതാണ് പേജ് ഒബ്ജക്റ്റ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോടാ? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ബാക്കി റെക്കോർഡിങ്സും കൂടെ നോക്കൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണേ. സോ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തോളൂ, SRC മെയിൻ ജാവയിൽ പേജസ് എന്ന് പറഞ്ഞിട്ട്. ആരെന്തിന് ഷെയർ ചെയ്യണോ? ആരെന്ത് ഷെയർ ചെയ്തോളൂ. എന്നാല് ആരെന്തിനോടെ സൗണ്ട് കാരണം മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയല്ലേ, ഷെയർ ചെയ്തോളൂ. നമ്മുടെ വർക്ക് സ്പേസിലേക്ക് വന്നോളൂ കേട്ടോ. SRC മെയിൻ ജാവ എറർ ഉണ്ടല്ലോ അരവിന്ദ്, എവിടെയോ SRC ടെസ്റ്റിൽ എവിടെ എറർ ഉള്ളേ? നോക്കട്ടെ. ക്രിയേറ്റ് റാൻഡം യൂസർ ഫേക്കർ യൂട്ടിലിറ്റിക്ക് പോയിക്കേ. യൂട്ടിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തേ. യൂട്ടിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യൂ. മുകളിൽ പോയിട്ട് ആ ഫേക്കറിന്റെ ഇമ്പോർട്ട് ഒന്ന് റിമൂവ് ചെയ്യൂ. എന്നിട്ട് ഒരു വട്ടം കൂടി ഇമ്പോർട്ട് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ സിങ്ക് ഇഷ്യൂ ആയിരിക്കും. ഫേക്കർ യൂട്ടിലിറ്റിയാ മാത്രം. ആദ്യം HL യൂട്ടിലിറ്റി ഇമ്പോർട്ട് ചെയ്യും. ഫേക്കർ ക്രിയേറ്റ് റാൻഡം യൂസർ നെയിം. ആർക്കെങ്കിലും എറേഴ്സ് ഉണ്ടോ അതില്? ഇല്ല. ഫേക്കർ യൂട്ടിലിറ്റിയിലേക്ക് പോയിക്കേടാ. ഫേക്കർ യൂട്ടിലിറ്റി ഫേക്കർ യൂട്ടിലിറ്റി ഫേക്കർ യൂട്ടിലിറ്റി എടുക്കും. അതല്ലടാ, മറ്റേ ഫേക്കർ യൂട്ടിലിറ്റിന്റെ അകത്ത് എടുക്കൂ. ഫേക്കർ യൂട്ടിലിറ്റി ക്ലാസ് അല്ല, കോഡില്ലല്ലോ ഫേക്കർ യൂട്ടിലിറ്റിയില് അരവിന്ദ്. കോഡ് അവിടെ പോയി ഫേക്കറിലെ കോഡ് അവിടെ പേസ്റ്റ് ചെയ്തടാ. കോഡ് പേസ്റ്റ് ചെയ്യോ അവിടെ. ഓക്കെ, ഫേക്കറിനെ ഇമ്പോർട്ട് ചെയ്യും. സേവ് ചെയ്യും. അഡ്മിൻ ടെസ്റ്റിലേക്ക് വരൂ. അഡ്മിൻ ടെസ്റ്റ് യൂസർ നെയിമിനോട് എന്താ ഡ്യൂപ്ലിക്കേറ്റഡ് ആണോ?
ഓക്കെ, ഇവിടെ യൂസർ നെയിം മാറ്റിയിട്ട് വേറൊരു പേര് കൊടുക്കൂ. അഡ്മിൻ യൂസർ നെയിം മാറ്റൂ. ബിക്കോസ് സ്മോളിൽ ഓൾറെഡി യൂസർ നെയിം എലമെന്റ് വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ലൈൻ നമ്പർ 22 ഇതേ സെയിം മെത്തേഡിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് യൂസർ നെയിം. അഡ്മിൻ യൂസർ നെയിം അഡ്മിൻ പാസ്വേഡ് നോക്കൂ. സേവ് ചെയ്യും. ഇനി SRC മെയിൻ ജാവയിലേക്ക് ഞാൻ തിരിച്ചു പോയിക്കോളൂ. അവിടെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യൂ, പേജസ്. പേജസിൽ ഫസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ, ലോഗിൻ പേജ്. എന്നിട്ട് നമ്മുടെ ലോഗിൻ ക്ലാസ് മാത്രം ഓപ്പൺ ചെയ്യൂ കേട്ടോ. ഇനി ലോഗിൻ ടെസ്റ്റ് ഓപ്പൺ ചെയ്യൂ. ലോഗിൻ ടെസ്റ്റും ലോഗിൻ പേജും മാത്രം മതി എനിക്ക് സ്ക്രീനിൽ. ബാക്കി എല്ലാം ഒന്ന് ക്ലോസ് ചെയ്യാമോ? ഓക്കെ, ബാക്കി ആ ഫേക്കർ യൂട്ടിലിറ്റി അഡ്മിൻ ടെസ്റ്റ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാമോ? ലോഗിൻ ടെസ്റ്റിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്യടാ. റൈറ്റ് ക്ലിക്ക് ചെയ്യാടെ. ക്ലോസ് ടാബ്സ് ടു ലെഫ്റ്റ് കൊടുക്കുക. ഇനി ബാക്കി അതെല്ലാം മാനുവൽ ക്ലോസ് ചെയ്തേക്ക്. ഓക്കെ, ഇതിൽ ഞാൻ നമ്പർ 23, 24 ആദ്യം കോപ്പി എടുക്കൂ. ഓക്കെ, ആദ്യം തന്നെ ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. അതിൻ്റെ മുകളിൽ വരൂ, അതോടെ പേസ്റ്റ് ചെയ്തിട്ടോളൂ, കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യൂ, ഡ്രൈവറിനെ പാരാമീറ്റർ ആക്കിയിട്ട്. എങ്ങനെ കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം? സെയിം നെയിം ആസ് ക്ലാസ്, പബ്ലിക് ലോഗിൻ പേജ്, ബ്രാക്കറ്റ്സിൽ വെബ് ഡ്രൈവർ ഡ്രൈവർ. വെബ് ഡ്രൈവറിനെ ഇമ്പോർട്ട് ചെയ്യൂ. മുകളിൽ വെബ് ഡ്രൈവറിനൊന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യൂ. ഫസ്റ്റ് പബ്ലിക് വെബ് ഡ്രൈവർ ഡ്രൈവർ, ഡീസ് കാറ്റ്സ് ആണ് അരവിന്ദ്. പബ്ലിക് വെബ് ഡ്രൈവർ ഡ്രൈവർ. ഗ്ലോബലി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ് പബ്ലിക് വെബ് ഡ്രൈവർ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട്. ഇനി ഒരു കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ ഇതിന്റെ കൺസ്ട്രക്ടറിന്റെ. അതിൽ ടൈപ്പ് ചെയ്യൂ കേട്ടോ, ദിസ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് ഡ്രൈവർ. സെമിക്കോളൻ. ഇനി താഴെ ലൈൻ നമ്പർ 16 കഴിഞ്ഞ് ടൈപ്പ് ചെയ്യൂ. ഇനി അവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യൂ, എൻ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, അവിടെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത കോഡിൽ നിന്ന് പേസ്റ്റ് ചെയ്യൂ. 22 23 ഉള്ള ലൈന് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തോളൂ. മറ്റേ റിമൂവ് ചെയ്യൂ കേട്ടോ. യെസ്. സോ ഇപ്പോൾ ഇവിടെ ഒരു വാല്യൂ ചോദിക്കുന്നുണ്ടല്ലേ, സെൻഡ് കീസ് ഓഫ് എന്നിട്ട് വാല്യൂവിനെ ചോദിക്കുന്നുണ്ട് അല്ലേ. അതിന്റെ പാരാമീറ്റർ ആയിട്ട് അങ്ങ് പാസ് ചെയ്യൂ. സ്ട്രിങ് യൂസർ നെയിം വാല്യൂ എന്ന് പറഞ്ഞിട്ട് മെത്തേഡിന്റെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യൂ. എങ്ങനെ പാരാമീറ്റർ എഴുതുക ആദ്യം? എന്ത് മനസ്സിലായല്ലോ, ഒന്നുകൂടി പറയാമോ? ഇപ്പൊ അവിടെ ഒരു എറർ കാണിക്കുന്നില്ലേ എന്റെ യൂസർ നെയിം വാല്യൂന്റെ അവിടെ? അതെ അതെ. അതിനെ ഇറാഡിക്കേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഈ യൂസർ നെയിമിനെ നമ്മൾക്ക് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണം. പാസ് ചെയ്യൂ. എങ്ങനെയാ പാരാമീറ്റർ പാസ് ചെയ്യുക? ലൈൻ നമ്പർ 17 എന്റെ യൂസർ നെയിമിന്റെ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കണം? ഈ യൂസർ നെയിം വാല്യൂ. സ്ട്രിംഗ് യൂസർ നെയിം വാല്യൂ പാസ് ചെയ്യൂ. മറന്നുപോയോ? ജാവന്റെ ബേസിക്സ് അല്ലേ? സേവ് ചെയ്യൂ. എന്താ മിസ്റ്റേക്ക്? യൂസർ നെയിം വാല്യൂന് ചേഞ്ച് ടു യൂസർ നെയിം വാല്യൂ എന്തോ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്. വി ക്യാപ്സ്. ഇതുപോലെ പാസ്വേഡിന് എഴുതും ഒരു മെത്തേഡ്. പാസ്വേഡിന്റെ വെബ് എലമെന്റ് ഇന്ററാക്ഷൻ ഇല്ലേ, അതിനും ഇതേപോലെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. void എടുക്കണം. ലോഗിൻ ടെസ്റ്റ് എന്ന കോഡ് കോപ്പി ചെയ്യടാ. ബാക്കിയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല? ഡൗട്ട്സ് ഉണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോഗിൻ പേജ്. ഇനി അത് ഏതാ ഇനി എന്താ അതിൻ്റെ അകത്ത് വരുന്നൊരു ഫങ്ഷണാലിറ്റി? ഇനി വരുന്ന വെബ് എലമെന്റ് ഇന്ററാക്ഷൻ ഏതാണ്? സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് കൊടുത്തോളൂ. അത് പുതിയ ക്ലാസ് ആയിട്ട് കൊടുക്കണം. വേണ്ട, ഇതിൽ തന്നെ പുതിയ മെത്തേഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. മെത്തേഡ് ആയിട്ട് കാരണം ലോഗിന്റെ തന്നെ പാർട്ടല്ലേടാ സൈനിനും. അത് സെയിം ക്ലാസ്സിൽ തന്നെ കൊടുക്കാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും ഫസ്റ്റ്. ഡോട്ട് ക്ലിക്കിന് നമ്മൾക്ക് പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യാനില്ല. സോ ഡയറക്റ്റ്ലി നമുക്ക് കോപ്പി നേരത്തെ അവിടെ കോപ്പി ചെയ്താൽ മാത്രം. ഇനി സൈൻ ബി ടി അത് വേണ്ട, അവിടെ ഒന്നും ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല.
നമ്മൾ ഇവിടെ സെൻഡ് കീസിലേക്ക് വാല്യൂ വേണം എന്നുള്ളതുകൊണ്ടല്ലേ കൊടുത്തത്. എൻ്റെ ആവശ്യമില്ല. പകരം എന്ത് സൈൻ ബി ടി എൻ ഡോട്ട് ക്ലിക്ക് അത്ര മാത്രമേ താഴെ. ബട്ടൺ ക്ലിക്കിൽ നമുക്ക് വേറെ പാരാമീറ്റേഴ്സ് വേറെ ഡാറ്റ ഒന്നും പാസ് ചെയ്യാനില്ലല്ലോ. ഇനി ഒരു കാര്യം ചെയ്യും, ലോഗിൻ ടെസ്റ്റിലേക്ക് വരൂ. ഇനി ലൈൻ നമ്പർ 22 കഴിഞ്ഞിട്ട് 21 കഴിഞ്ഞിട്ട് ഒരു ലോഗിൻ പേജിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോളൂ. എന്തിന്റെ ഒബ്ജക്റ്റ് ആയിരുന്നു? ലോഗിൻ പേജിന്റെ. ലോഗിൻ പേജിന് ഇമ്പോർട്ട് ചെയ്യൂ. ഇവിടെ ഒരു എറർ വരാൻ കാരണം എന്താ? നമ്മൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് കൊടുത്തിട്ടുള്ളത്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് എന്താണ് ആർഗ്യുമെന്റ് വേണ്ടേ? അവിടെ ഡ്രൈവറിനെ പാസ് ചെയ്യൂ. ക്ലിയർ ആണോ അത്? അതെ. എൻ്റർ അടിക്കൂ. ലൈൻ നമ്പർ 26, 27 കമന്റ് ചെയ്യൂ. റിമൂവ് ചെയ്തോളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ലൈൻ നമ്പർ 25 ഒന്ന് ടൈപ്പ് ചെയ്യൂ. ലോഗിൻ പേജ് ഡോട്ട് ആരെയാ വിളിക്കേണ്ടി വരും അവിടെ? നമ്മൾ കമന്റ് ചെയ്ത കോഡ് ഇപ്പൊ എവിടെ? ലോഗിൻ പേജിന്റെ ഓൾട്ടർനേറ്റ് എന്താ കിടക്കുന്നത്? എൻ്റർ യൂസർ നെയിം. എൻ്റെ യൂസർ നെയിം കൊടുക്കൂ. യൂസർ നെയിം വാല്യൂ. യെസ്. ഇതുപോലെ തന്നെ പാസ്വേഡിന്റെ കോഡും കമന്റ് ചെയ്യൂ. പാസ്വേഡും കൊടുക്കൂ കേട്ടോ. ഇനി സൈൻ ഇൻ ബട്ടണോ? രണ്ടും കമന്റ് ചെയ്ത് 34, 35. ഇതേപോലെ നമ്മളുടെ ബാക്കി 3 ടെസ്റ്റ് കേസിലും ചെയ്യണം കേട്ടോ. ലോഗിൻ്റെത് ഓക്കെ ആണോ അരവിന്ദ്? ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. സോ നമ്മളിപ്പോൾ ലോഗിൻ്റെ ഒരു പേജ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? അതുപോലെ ഹോം എടുക്കൂ. ഹോം ടെസ്റ്റ് ഓപ്പൺ ചെയ്യൂ. സോ ഹോം ടെസ്റ്റിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു കോഡ് ഉണ്ട്, സൈനിൻ്റെത് ഇല്ലേ? സൈനിൻ്റെ കോഡ് റിപ്പീറ്റഡ് അല്ലേ? അതെ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ ലോഗിൻ ടെസ്റ്റിൽ നമ്മളിപ്പോൾ എങ്ങനെയാണോ പേജ് ഒബ്ജക്ട് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്തത്, സെയിം വേ ഇവിടെ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്തേ. ഈ ഹോം ടെസ്റ്റിൽ ഏതുണ്ടെന്നാ പറഞ്ഞേ? ഹോം ടെസ്റ്റിൽ നമ്മുടെ ലോഗിൻ ഇല്ലേടാ?
കേട്ടില്ല. ലോഗിൻ യൂസർ നെയിം എൻ്റർ ചെയ്യുന്ന, പാസ്വേഡ് എൻ്റർ ആ ചെയ്യുന്ന, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. അത് 3 റിപ്പീറ്റ്സ് അല്ലേ? അതെ അതെ അതെ, സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ അവിടെയും പറ്റും? കൊടുക്കണം. ലോഗിൻ പേജിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ പേജ് ഡോട്ട് ഉം. എൻ്റെ യൂസർ നെയിം, എൻ്റെ പാസ്വേഡ് ഡോട്ട് സബ്മിറ്റ് അല്ലെങ്കിൽ ഡോട്ട് സൈൻ ഇൻ, വാട്ട് എവർ ഇറ്റ് ഇസ്, അങ്ങനെ വിളിക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അതെ. ചെയ്തേ, അരവിന്ദ് ചെയ്ത് നോക്കിക്കേ. ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ മാർക്ക് കിട്ടും. ഇതെല്ലാം ഒരു മെത്തേഡാക്കി ഇൻക്ലൂഡ് ചെയ്യണം. വീണ്ടും മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തില്ലേടാ. ആ ഓക്കെ. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിനെ ഇൻവോക്ക് ചെയ്താൽ ആ പോരെ. ആ ആ ഓക്കെ. ഇവിടെ ഏത് കോഡും ആ കോഡ് നമ്മുടെ ലോഗിൻ പേജിൽ ഇത് സെയിം കോഡ് റിപ്പീറ്റ് ചെയ്യൂ. ഒരുമിച്ച് കമന്റ് ചെയ്തിട്ടോടാ. സ്ലാഷ് സ്റ്റാർ 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 സ്ലാഷ് സൈൻ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർ സ്ലാഷ് ഇട്ടു. ക്യാപ്സ് ആദ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അത് സെപ്പറേറ്റ് ക്ലാസ് അല്ലേടാ. അതിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും ലോഗിൻ പേജ് എന്ന് പറഞ്ഞിട്ട്. സെയിം ഒബ്ജക്റ്റ് നെയിം തന്നെ കൊടുക്കാൻ പറ്റും. കൊടുക്കാം. അത് ലോക്കൽ വേരിയബിൾ ആണ്, കൊടുക്കാം. ആവശ്യം. ലോഗിൻ പേജിൽ എന്ത് പാസ് ചെയ്യണം? നമ്മളിവിടെ കൺസ്ട്രക്റ്റിൽ എന്താ പാസ് ചെയ്തേക്കുന്ന അരവിന്ദ്? പറഞ്ഞേ, അന്വേട്ട് ഇത് പറഞ്ഞില്ലേ? ഡ്രൈവറിനെ അല്ലേ? നിരഞ്ജന, പറയടാ. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ മറ്റേ ഹോം പേജിന്റെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഈ അഡ്മിൻ ഐക്കൺ അതിലേക്കാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. ഇത് ചെയ്ത് തീരട്ടെ കേട്ടോ. ഓക്കെ, ഇനി പേജസിൽ പോയിട്ട് ഇനി അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ. ഹോം പേജ്. ഇത് SRC മെയിൻ സേവ് ചെയ്യൂ കേട്ടോ. കൺട്രോൾ എസ് എല്ലാം സേവ് ചെയ്തായിരുന്നു ഫയൽസ് എല്ലാം. ലോഗിൻ പേജ് ലോഗിൻ ടെസ്റ്റ് ഒന്നും സേവ് ആയിട്ടില്ല, എന്നാൽ സേവ് ചെയ്യൂ. ലോഗിൻ പേജ് സേവ് ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. ഏത് പേജാ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്? ഹോം പേജ്. ഓക്കെ. പേജസിൽ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഹോം പേജ്.
ഹോം പേജിൽ ഞാൻ ഹോം ടെസ്റ്റ് എടുത്തേടാ. ഹോം ടെസ്റ്റ് എടുത്തേ. ഇനി ഇതില് ഇനി ഏതൊക്കെയാ വെബ് എലമെന്റ് ഇന്ററാക്ഷൻസ് നമുക്ക് വരുന്നത്? അരവിന്ദ് പറഞ്ഞ. എന്തായിരുന്നു ഇനി ഹോം ഏതാണ് പേജിൽ? ഇത് വരുന്നത്? ഇനി ഏതാണ് ഏത് വെബ് എലമെന്റ് ഇന്ററാക്ഷൻസ് ആണ് അഡ്മിൻ ടെസ്റ്റിൽ വരുന്നത്, സോറി ഹോം ടെസ്റ്റിൽ വരുന്നത്? പറയൂ. ഡ്രോപ്പ് ഡൗൺ ഒക്കെ അതെ, ഡ്രോപ്പ് ഡൗൺ. യെസ്. ആ ഡ്രോപ്പ് ഡൗണിന് വേണ്ടി ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യും, അവിടേക്ക് കോഡിനെ മൂവ് ചെയ്യൂ കേട്ടോ, നമ്മളിപ്പോൾ ചെയ്തതുപോലെ. ലൈൻ നമ്പർ 35, 36 പുതിയൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക, അവിടേക്ക് മൂവ് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യണം? അവിടെ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യൂ. പബ്ലിക് ഹോം പേജ്, ആദ്യം പബ്ലിക് വെബ് ഡ്രൈവർ. അത് ലോഗിൻ പേജിൽ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യൂ. ക്യാപ്സ് കൊടുക്കൂ. ബ്രാക്കറ്റ്സിൽ എന്ത് പാസ് ചെയ്യണം? ലോഗിൻ പേജ് റെഫർ ചെയ്യൂ. ഇപ്പോൾ എങ്ങനെയാ കൊടുക്കേണ്ടത്? അത് വെബ് ഡ്രൈവർ എന്ന് കൊടുക്കണ്ടേ? എന്നാലല്ലേ അത് ഫോർമൽ പാരാമീറ്റർ ആവുക. കൊടുത്തോളൂ. this dot driver equals driver. ആ അഡ്മിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതല്ലേ ചെയ്യണ്ടേ? യെസ്, ആദ്യം അഡ്മിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നത്, പിന്നെ ലോഗൗട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നത്. രണ്ടിനെയും എവിടേക്ക് മൂവ് ചെയ്യണം? ഓക്കെ, ഹോം ഹോം പേജിൽ. പേജിലേക്ക് മൂവ് ചെയ്യണം. കറക്റ്റ്. അരവിന്ദ് ചെയ്ത്. അവിടെയാണോ ക്രിയേറ്റ് ചെയ്യുക അരവിന്ദ്? റിട്ടേൺ ടൈപ്പ് എവിടെ അരവിന്ദ്? വോയിഡ് കൊടുക്ക്. അടുത്തത് ഏതാണുള്ളതില്? ഹോം ടെസ്റ്റില്
ഇവിടെ എന്ത് വേണം ഇനി? നമ്മൾ ലോഗിൻ പേജിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതുപോലെ ഹോം പേജിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങോട്ട് വരും. ഹാങ് ആയതാ? ഹോം പേജിൽ ഡ്രൈവറിനെ പാസ് ചെയ്യടാ. ഹോം പേജ് ഞാൻ സേവ് ചെയ്തേ. എന്താ ഹോം പേജിലൂടെ എറർ കാണിക്കുന്നത്? എന്താ? ഓക്കെ, ലോഗൗട്ട്. ഓക്കെ, സേവ് ചെയ്യും. ഇതേപോലെ അഡ്മിൻ ടെസ്റ്റും ലോഗിൻ ടെസ്റ്റും ചെയ്യാൻ നോക്കുക കേട്ടോ. നാളേക്ക് അഡ്മിൻ ടെസ്റ്റെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. ന്യൂസ് ടെസ്റ്റോടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലത്, അല്ലെങ്കിൽ അഡ്മിൻ ടെസ്റ്റെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. സോ നിങ്ങൾക്ക് നാളേക്ക് 2 വർക്ക് ഉണ്ട്. ഒന്ന് അഡ്മിൻ ടെസ്റ്റിലും ഇതുപോലെ പേജ് ഒബ്ജക്റ്റ് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പം ഡിഫറൻസ് എന്താ? ഹോം പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അഡ്മിൻ പേജ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ടെസ്റ്റ് മെത്തേഡ്സിലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. 2 വർക്ക്സ് ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ. അരവിന്ദ്, ചെയ്യാൻ പറ്റത്തില്ലേ? പ്രശ്നമില്ലല്ലോ. നോക്കാം. താങ്ക് യു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോടാ? നോക്കിട്ട് ചോദിക്കാം. അത് ഞാൻ ചെക്ക് ചെയ്യും, നോക്കിയിട്ട് പറയൂ കേട്ടോ. എന്നെ വാട്സപ്പ് ചെയ്താൽ മതിയേ. ഓക്കെ. ഓക്കെ.